പ്രൈസ് ദി ലോർഡ്. ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ നടുവിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസി സതി കുമാരി ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഡെയിലി പ്രെയർ ലൈനിൽ ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വീകരിക്കുന്നതാണ്. പലപ്പോഴും കർത്താവിന്റെ ദാസിയോട് ഒരുമിച്ചുള്ള കൂട്ടായ്മ ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളോടൊത്ത കർത്താവിന്റെ ദാസി ജോയിൻ ചെയ്തിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിയായ സന്തോഷവും സ്നേഹവും ഈ പകൽക്കാലം കർത്തദാസിക്ക് അറിയിക്കുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഞങ്ങളെ സതിയെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ദൂരത്തും ചാരത്തുമായിരുന്ന ഈ സാക്ഷ്യ വാചകങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്തദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവെ, അനുഗ്രഹീതമേറിയ നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കൂടി തന്നല്ലോ. കർത്താവിന്റെ ദാസിയെ അനുഗ്രഹിക്കണമേ. കർത്താവ് വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ ഇന്ന് വരെയും അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ടായിരിക്കാൻ ഇടയാക്കില്ലോ. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഒരു തടസ്സങ്ങളും ഉണ്ടാകുവാൻ അനുവദിക്കരുതേ. നന്മകളാൽ നിറയ്ക്കണമേ. തുടക്കം തൊട്ട് ഒടുക്കം വരെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ. കർത്താവിന്റെ ദാസി ട്രിവാൻഡ്രത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യമുണ്ട് എന്ന് എനിക്കറിയാം. നമ്മുടെ പ്രേക്ഷകരും ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ വളരെ ആകാംക്ഷയോടെ ആയിരിക്കുകയാണ്. കർത്താവിന്റെ ദാസിയെ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി തന്റെ സാക്ഷ്യവാചകങ്ങൾ പങ്കിടേണ്ടതിനായിട്ട് അവസരങ്ങൾ വേർതിരിക്കുന്നു. തന്റെ ബാല്യകാല സ്മരണകള്, എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്, ആമേൻ, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകളും ഉപകാരങ്ങളും, ആമേൻ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി തീർന്ന വിധങ്ങൾ തന്റെ ദാസിക്ക്, ആമേൻ, വചനദീപ്തി സാക്ഷി കൂടാരത്തിന്റെ പ്രേക്ഷകരോട് പങ്കിടുവാൻ സമയമുണ്ട്. അതിനായി കർത്തദാസിക്ക് സമയം വേർതിരിക്കുന്നു. സ്തോത്രം. എന്നെ സാക്ഷ്യ കൂടാരത്തിലേക്ക് ക്ഷണിച്ച ബീന സിസ്റ്ററിനെയും വചനദീപ്തി പ്രയറിലെ അംഗത്തെയും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പാട്ടിന്റെ ചില വരികൾ പാടിയിട്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. എന്നിൽ പ്രാവിനെ പോലെ ചിറകുണ്ടെങ്കിൽ, കുരുകിലെ പോലൊരു കൂടുണ്ടെങ്കിൽ, എന്നിൽ പ്രാവിനെ പോലെ ചിറകുണ്ടെങ്കിൽ, കുരുകിലെ പോലൊരു കൂടുണ്ടെങ്കിൽ, ഞാൻ പറന്നിടുമേ, നിത്യം പാടിയിടുമേ, ഞാൻ പറന്നിടുമേ, നിത്യം പാടിയിടുമേ, ആവിശ്രമ സങ്കേതം പൂകിടുമേ, ആവിശ്രമ സങ്കേതം പൂകിടുമേ, എന്നിൽ പ്രാവിനെ പോലെ ചിറകുണ്ടെങ്കിൽ, കുരുകിലെ പോലൊരു കൂടുണ്ടെങ്കിൽ, കുറുപ്രാവിനെ പോൽ കുറുകിടുമ്പോൾ, പാറതൻ പിളർപ്പിൽ ഞരങ്ങിടുമ്പോൾ, കുറുപ്രാവിനെ പോൽ കുറുകിടുമ്പോൾ, പാറതൻ പിളർപ്പിൽ ഞരങ്ങിടുമ്പോൾ, പ്രാണന്റെ നാഥനണഞ്ഞിടുമേ, പ്രാണന്റെ നാഥനണഞ്ഞിടുമേ, കണ്ണീർ തുടച്ചിടും എന്താതനായി, കണ്ണീർ തുടച്ചിടും എന്താതനായി, ഞാൻ പറന്നിടുമേ, നിത്യം പാടിയിടുമേ, ഞാൻ പറന്നിടുമേ, നിത്യം പാടിയിടുമേ, ആവിശ്രമ സങ്കേതം പൂകിടുമേ, ആവിശ്രമ സങ്കേതം പൂകിടുമേ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ബാല്യകാല സ്മരണകൾ എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, ഞങ്ങൾ 3 പെൺമക്കളും ഒരാണും അടങ്ങിയതാണ് എൻ്റെ കുടുംബം.
വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു വന്ന ഒരു കുടുംബമാണ്. വളരെയേറെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ഒക്കെയും ഞങ്ങളെ വളർത്തി പഠിപ്പിച്ച് ഇതുവരെയും എത്തിച്ചു. പിന്നെ അച്ഛനും കൂലിപ്പണിയാണ് ജോലി. അമ്മ അടുത്തുള്ള ഭവനങ്ങളിലൊക്കെ പോയി ഞങ്ങൾ അവർ ഭവനങ്ങളിൽ പോയി സഹായിക്കുകയും ഈ ചിരട്ട ഉണ്ട് അത് കമുവിൻ്റെ അതൊക്കെ എടുത്തു വെച്ച് ചിരട്ട ഉണ്ടാക്കി ഞങ്ങൾ ദേശങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങളെ വളർത്തി. വളരെയേറെ പട്ടിണികളിലൂടെയും ഞങ്ങൾ കടന്നുപോയ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ കടന്നു വന്ന ആ വഴികളെ തിരിഞ്ഞ് നോക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം നമ്മൾ അനുഭവിച്ചു വന്ന ആ പാതകളെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ കഷ്ടത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളെ വീടെന്ന് പറഞ്ഞാൽ കൊച്ചു വീടാണ്. പിന്നെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ചെളി കുഴച്ച് അതിൽ കട്ട ഉണ്ടാക്കും. അന്ന് കറണ്ടൊന്നും ഞങ്ങളെ വീട്ടിലില്ല. അപ്പോൾ ഞങ്ങൾ ചിമ്മിനി വിളക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ കട്ട ഉണ്ടാക്കി അതിനെ കൂട്ടി വെച്ചിരുന്ന് ഒരാളിനെ വിളിച്ച് ഓരോ മുറികളായിട്ട് കെട്ടുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ കടന്നു വന്നു. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഞങ്ങളൊരു വലിയമ്മയുണ്ട്. ആ വലിയമ്മയുടെ വീട് നോക്കിയപ്പോൾ നല്ല വെള്ള അടിച്ച വീട്. ഞങ്ങളെ വീട് മാത്രം കട്ടയിട്ട വീട്. അപ്പോൾ ഈ സ്കൂൾ അടയ്ക്കുമ്പോൾ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ചെളി കുഴച്ച് കൈ കൊണ്ട് ഈ ചുവരിൽ തേക്കുന്ന ഒരു പതിവ്. അപ്പോൾ ചുവരിൽ തേക്കാനായിട്ട് കരണ്ടി ഒന്നുമില്ല. അന്ന് കൈ കൊണ്ടൊക്കെയാണ് തേക്കുന്നത്. കാരണം വളരെ ദാരിദ്ര്യത്തിൽ അനുഭവിച്ചു വന്നത്. പിന്നെ ആ ചെളി തേച്ചതിൽ ഞങ്ങൾ ചാണകം കുഴച്ച് അതിൻ്റെ മീതെ തുണി കൊണ്ട് തേക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കിണർ കുഴിക്കുന്ന സ്ഥലത്ത് പോയി വെള്ളക്കട്ട എടുക്കും. വെള്ളക്കട്ട ചേടിക്കട്ട എന്ന് പറയും. അതെടുത്ത് ഉടച്ച് ഒരു ബക്കറ്റിലിട്ടിട്ട് കുറച്ച് നീലപ്പൊടിയൊക്കെ ഇട്ട് ഞങ്ങൾ അതിനെ വെള്ളയാക്കി ഒരു തുണി കൊണ്ട് ഈ ചുവരിൽ തേക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട് മുഴുവനും വൈറ്റ് വാഷ് ചെയ്ത്. അപ്പോൾ എല്ലാവരും പറയും, എന്തായാലും പെൺമക്കളാണെങ്കിലും വീട് വെള്ളയടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയൽവാസികൾ പറയുമായിരുന്നു. കർത്താവിന് മഹത്വം. അങ്ങനെയൊക്കെ ഞങ്ങളെ വീടും വെള്ളയാക്കി. പിന്നെ എൻ്റെ സഹോദരൻ ഒന്ന് വലുതായി ഈ ഗൾഫിലൊക്കെ പോയതിന് ശേഷം വീട് ഇടിച്ചിട്ട് വേറൊരു വീട് വെക്കാനായിട്ട് ഒരുക്കി. ഞാനെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മകളാണ്. അപ്പോൾ ശരിക്കും അമിതമായ വിഗ്രഹാരാധനയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അന്ന് കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ ബാഗൊന്നും ഇല്ല ഇന്നത്തെ പോലെ. അപ്പോൾ കൈകളിലാണ് ഈ ബുക്കും പുസ്തകവും ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ തിരിച്ച് സ്കൂൾ വിടുന്ന സമയത്ത് ഈ കാളവണ്ടിയുടെ ബാക്കിൽ പുസ്തകങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ കാളവണ്ടിയുടെ പുറകെ പിടിച്ചുകൊണ്ടേ വരും. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എൻ്റെ മാമൻ്റെ മകളും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പോയിട്ട് വന്ന സമയത്ത് ഞാൻ ആ മകളോട് റോഡേ പാടിക്കൊണ്ട് വരുമായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ്റെ പേര് കേശവൻ ആശാരി എന്നാണ്, അമ്മയുടെ അപ്പൻ്റെ പേര്. അപ്പം ഞാൻ ഇങ്ങനെ റോഡേ പാടിക്കൊണ്ട് വരും, ഈശോ മിശിഹായ്ക്കും കേശവൻ മേശിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈ പാട്ട് പാടി എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ അടിക്കാനായിട്ട് ഓടിച്ച്. എന്നുവെച്ചാൽ അമ്മയുടെ അച്ഛൻ്റെ പേരും കൂടെ വെച്ചിട്ട് ഇങ്ങനെ പാടിയതുകൊണ്ട്. കർത്താവിന് മഹത്വം. ഇന്ന് അമ്മ സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ദൈവം നിർത്തിയിരിക്കുന്നു. 80 വയസ്സ് കഴിഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വത്തിനായി സ്തോത്രം. അപ്പം ഇങ്ങനെ പാടിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ ആ അപ്പൂപ്പൻ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ഉത്സവം വരുന്ന സമയത്ത്, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം വരുന്ന സമയത്ത് തൂക്കവില്ലുണ്ടാക്കാനായിട്ട് ഈ അപ്പൂപ്പൻ സഹായിക്കുമായിരുന്നു. അപ്പം ഞാനത് മനസ്സിലാക്കിയത് അതിൽ നിന്നെല്ലാം ദൈവം എന്നെയും വിടുവിച്ചു. എൻ്റെ അച്ഛൻ്റെ സഹോദരി, അതായത് അപ്പച്ചി എന്ന് പറയും ഞങ്ങൾ, അപ്പച്ചിയുടെ ഭർത്താവും മകനും ഈ ഉത്സവം തുടങ്ങുന്ന സമയത്ത്, അവരുടെ നാട്ടിൽ ഉത്സവം തുടങ്ങുന്ന സമയത്ത് പച്ചപ്പന്തൽ എന്ന് പറയും. അതായത് പച്ച ഓല മെടഞ്ഞ് ഒരു കുടില് പോലെ ഉണ്ടാക്കി അതിൽ വില്ലടിച്ച ഭദ്രകാളി പാട്ട് പാടുന്ന അവരാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ഇരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും തൂങ്ങി മരിക്കാനുള്ള ഇടയുണ്ടായി. ഞാൻ ഒരു കാര്യം ഈ ദൈവഭാഗത്ത് വന്നപ്പോൾ മനസ്സിലാക്കിയത്, എന്നിട്ട് എൻ്റെ വല്യമ്മയുടെ മോൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു, സ്നാനപ്പെട്ടു. എന്തോ ഒരു അസുഖമായിട്ട് വന്നതാ, സ്നാനപ്പെട്ടു. പക്ഷേ ജോലി വിഗ്രഹം ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. അമിതമായ കൂറ്റൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ദൂരദേശങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ദൈവത്തിന് അറപ്പും വെറുപ്പുമുള്ളൊരു കാര്യമാണ് വിഗ്രഹം. അപ്പൊ ഈ സഹോദരൻ ഇതായിരുന്നു ജോലി. ഒരു തവണ വലിയ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ദൂരദേശത്ത് കൊണ്ടുപോയി കടം നിമിത്തം സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു.
അപ്പൊ എന്നാലൊരു ചോദ്യം ഉണ്ടാവും, ദൈവത്തിന്റെ അടുത്ത് വന്നിട്ടും ഇതും ഇങ്ങനെ ഇത് കാണിച്ചല്ലോ എന്ന്. പക്ഷെ ദൈവം അറപ്പും വെറുപ്പും ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് വിഗ്രഹാരാധന. ബൈബിളിൽ ഇപ്രകാരം ദൈവവചനത്തിൽ പറയുന്നു, സങ്കീർത്തനം 135:15 മുതൽ 18 വരെ: ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അപ്പൊ ആ വിഗ്രഹം ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന്. അപ്പൊ ഒരു കാര്യം ഈ വിശ്വാസത്തിന്റെ ഇതിൽ മനസ്സിലാക്കിയത്, എന്തൊക്കെ ചെയ്തിരുന്നാലും ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രമേ നമുക്ക്, ദൈവത്തിന് അറപ്പും വെറുപ്പുമായ കാര്യങ്ങളെ നീക്കി വെച്ചുകൊണ്ട് ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങളിലോട്ട് നമ്മളാവണം. അപ്പം വിഗ്രഹം ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു എന്ന്, അത് പിശാചിന്റെ ഒരു തന്ത്രമായിരുന്നു. അപ്പോൾ ഈ സഹോദരൻ ബോഡിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ പോയി നോക്കിയപ്പോൾ വലിയൊരു പടുകൂറ്റൻ വിഗ്രഹം ആ വീട്ടിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് പൂർത്തിയാക്കാനായിട്ട് സഹായിച്ചില്ല. അതിനു മുമ്പേ ആള് അങ്ങ് തട്ടിപ്പോയി. പിന്നെ അത് കോടതിയിലൊക്കെ എടുത്തുകൊണ്ട് പോയി എന്തൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു, കൂടുതലൊന്നും ഡീറ്റെയിൽ അറിയില്ല. എങ്കിലും വിഗ്രഹം ദൈവം വെറുക്കുന്നതും അറപ്പാകുന്നതുമാകുന്ന ഒരു കാര്യമാകുന്നു എന്ന് വചനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അവര് ക്ഷേത്രത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നവരാ, അവർ രണ്ടുപേരും തൂങ്ങി മരിച്ചു. നാളെ ഒരു ചോദ്യം ഉണ്ടാവും, ഇവരാരും മരിക്കത്തില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. എന്നാൽ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ബൈബിളിലൂടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചപ്പോൾ എല്ലാവരും മരണത്തിനപ്പുറത്ത്, എനിക്ക് ദൈവം പ്രകാശിപ്പിച്ചൊരു കാര്യമാണ്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് യേശു ക്രിസ്തുവിലൂടെ. കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെയാണ് ജീവനും പുനരുദ്ധാനവും. അപ്പൊ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ബൈബിളിലൂടെ ദൈവം മനസ്സിലാക്കി തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അമിതമായ വിഗ്രഹാരാധനയായിരുന്നു. സൃഷ്ടിയെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തെ ആരാധിക്കണമെന്ന് ബൈബിളിലൂടെ മനസ്സിലാക്കി. അതായത് സൃഷ്ടി എന്ന് പറയാൻ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഞാൻ ഈ സൂര്യൻ എന്ന് പറഞ്ഞ ആ സൃഷ്ടിയെ, അതായത് ആദിത്യ നമസ്കാരം, അത് ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് എടുത്തുകൊണ്ടിരുന്നു. അത് എടുക്കുന്നത് ഇപ്രകാരമാണ്: ചാണകം എടുത്ത് ഒരു വൃത്തം ഉണ്ടാക്കി അതില് കിണ്ടിയില് തുളസിയല്ല, ചെമ്പരത്തിപ്പൂ ഏതെങ്കിലും ഇട്ടിട്ട് പിന്നെ തുമ്പലയിലാണ് ഇത് വെക്കുന്നത്. അപ്പൊ വെച്ചിട്ട് അവിടെ ഇങ്ങനെ മുട്ടുകുത്തി നമസ്കരിക്കും. എന്നിട്ട് കുറച്ച് അപ്പുറത്ത് നീക്കിയിട്ട് ഒരു ചെറിയ വൃത്തം ഉണ്ടാക്കി വിളക്ക് കത്തിച്ച് അതില് നാഴിയില് പൊരിയോ അവിലോ ഒക്കെ വെച്ചിട്ട് അവിടെയും കിണ്ടിയില് വെള്ളമൊക്കെ വെച്ചിട്ട് ചാമ്പ്രാണി തിരിയൊക്കെ കത്തിച്ച് അതൊരു ഭാഗത്ത് വെക്കും. അപ്പൊ ഇത് 7 പ്രാവശ്യം ഇങ്ങനെ ഈ ഈ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ട് മുട്ടുകുത്തി നമസ്കരിക്കും. അപ്പൊ 21 ആഴ്ച അങ്ങനെ എടുത്തു. അത് ഞായറാഴ്ചയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വ്രതം എന്നാണ് പറയുന്നത്. വ്രതം എടുക്കുന്ന സമയത്ത് മത്സ്യമോ മാംസമോ മുട്ടയോ അതൊന്നും കഴിക്കാൻ പാടില്ല, പച്ചക്കറികളെ കഴിക്കാവൂ. അപ്പൊ അങ്ങനെ എടുത്തോണ്ടിരുന്നു. പിന്നെ ഇത് തീർക്കുമ്പോ പൊങ്കാല ഇട്ട് അങ്ങ് നിർത്തും, വീണ്ടും തുടങ്ങും. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു പതിവായിട്ട് മാറി. അങ്ങനെ ഒരു ദിവസം ഞാനൊരു സഹോദരിയെ തയ്യൽ പഠിപ്പിച്ചതിന് ശേഷം ആ സഹോദരിക്ക് മിഷ്യന്റെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ സിറ്റിയിലോട്ട് പോയപ്പോൾ നമുക്ക് ഹോട്ടലിൽ കയറി കഴിക്കാന്ന് പറഞ്ഞു. അന്ന് ഞാൻ വ്രതം എടുത്ത സമയമായിരുന്നു, ഈ ആദിത്യ നമസ്കാരം ചെയ്ത സമയമായിരുന്നു. അപ്പോൾ കഴിക്കാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, വേണ്ട ഇന്ന് വ്രതമാണ്. ഇല്ല, നീ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചും കൊണ്ടുപോയി ഹോട്ടലിൽ പോയി നല്ലൊരു ബിരിയാണി കഴിച്ചു. എന്നാല് അന്നത്തോടെ എൻ്റെ വ്രതം മുറിഞ്ഞു. ഇന്ന് വരെയും ആ വ്രതം എന്ന് പറഞ്ഞ ആ ആദിത്യ നമസ്കാരം ഞാൻ എടുത്തിട്ടില്ല. കർത്താവിന് മഹത്വം. വിശ്വാസത്തിൽ വന്നപ്പോഴാ മനസ്സിലായത്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള് ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും സൃഷ്ടിയെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തെ ആരാധിക്കണമെന്നുമുള്ള ഒരു കാര്യം മനസ്സിലായി. എന്നിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി മുട്ടുകുത്തി നമസ്കരിക്കും. ഈ നട തുറക്കുമ്പോൾ അവിടെ ഇങ്ങനെ കമന്ന് കിടന്ന് നമസ്കരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള അമിതമായ ഒരു വിഗ്രഹാരാധന. അത് നേരത്തെ പറഞ്ഞ അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു. ശരിക്കും വായുണ്ടെങ്കിലും അത് സംസാരിക്കുന്നില്ല, എന്നാലും ജീവനും ശ്വാസവും തന്നു നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തിയിൽ പറയുന്നു, ഉൽപ്പത്തി 2:7 പറയുന്നു, നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയാണ്
ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ ആ ദൈവത്തിന്റെ ശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശ്വാസം എപ്പോ വേണോ ദൈവത്തിന് എടുക്കാം, ആർക്കും അതിനെ തടയാനായിട്ട് കഴിയുകയില്ല. അപ്പൊ ഇത് എവിടെ പോകുമെന്നുള്ളൊരു കാര്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ വിഗ്രഹാരാധന കുറെ കൂടെ അമിതമായി. അതായത് വെളുപ്പിലെ എണീറ്റ് കുളിച്ചിട്ട് എൻ്റെ ചിന്തയാണെന്ന് വെച്ചാല് ഈ ക്ഷേത്രങ്ങളിലെ പൂജാരി വീട്ടിലിടുന്ന ഡ്രസ്സിലൊന്നും പൂജ ചെയ്യൂലല്ലോ, അവർക്ക് വേറെ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ അവർ പൂജ ചെയ്യുന്നത്. അപ്പൊ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്ത, ഞാൻ ഈ വിളക്കെത്തിക്കുന്ന സമയത്ത് വെളുപ്പിലെ എണീറ്റ് കുളിച്ചിട്ട് വിളക്കെത്തിക്കുന്ന സമയത്ത് വേറെ ഡ്രസ്സ്, വിളക്കെത്തിക്കാൻ മാത്രം വേറെ ഡ്രസ്സ് കരുതി വെച്ചിട്ട് വിളക്കെത്തിക്കും. സന്ധ്യയ്ക്കും ഇതുപോലെ വീട്ടിലിടുന്ന ഡ്രസ്സിനെ മാറ്റി വെച്ചിട്ട് വിളക്കെത്തിക്കാൻ വേണ്ടി മാത്രം ഈ ഡ്രസ്സ് ഇടും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മായി പറയുമായിരുന്നു, ഇതോ പൂജാരി ഇതോ പോകുന്നു എന്ന് എന്നെ കളിയാക്കുമായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് രണ്ട് മക്കളായി. മൂത്ത മോന് ഇനി വിശ്വാസത്തിലോട്ട് കടന്നു വരുന്ന കാര്യമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. വിശ്വാസത്തിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില അനുഭവങ്ങളാണ് സംസാരിച്ചത്. എന്നാൽ വിശ്വാസത്തിലോട്ട് കടന്നു വരാനുള്ള ഒരു നിമിത്തം ഉണ്ടായത്, എൻ്റെ മൂത്ത മകൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല മാർക്കോട് കൂടി പാസ്സാകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി മിക്കവാറും ദിവസങ്ങളിൽ പോയി തൊഴുകയും അത് കഴിഞ്ഞിട്ട് ട്യൂഷന് പോയി പിന്നെ സ്കൂളിൽ പോയി, ഇങ്ങനെ പതിവായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഭവനത്തിനകത്ത് ഒരു ദേവദാസൻ കടന്നു വന്നിട്ട് ഈ മോനെ നോക്കിയിട്ട് പറഞ്ഞ്, സഹോദരി നിങ്ങളുടെ ഈ മോനെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളായിട്ട് തള്ളിയിടും, ഇവനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഞാനിത് കൈക്കൊള്ളാൻ പോയില്ല. നമ്മൾ ഈ അമിതമായ വിഗ്രഹാരാധനയിൽ ക്ഷേത്രത്തിൽ കമന്ന് കിടക്കാൻ പോകണം നമ്മളെടുത്ത് ഇങ്ങനെ പറഞ്ഞാല് നമ്മളിത് വിശ്വസിക്കൂ? ഞാൻ ഇത് കൈക്കൊള്ളാൻ പോയില്ല. എന്നാൽ ദേവദാസൻ വീണ്ടും വന്നിട്ട് സഹോദരിയെ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വചനമൊക്കെ പറഞ്ഞ് ഞാനിത് ചെവി കൊള്ളാനേ പോയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മകൻ കട്ടിലിൽ നിന്ന് താഴെ വീഴുന്ന ഒരു അനുഭവം ഇവനുണ്ടായി. ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇവന് പനി വന്ന് അതിൻ്റെ അപ്പം അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ഇവനെ നല്ല തലവേദന ഉണ്ടായി. വീണ്ടും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3ാമത്തെ ദിവസമായപ്പോൾ ഇവൻ മഞ്ഞ കളറിൽ മോൻ ഛർദ്ദിച്ചു. അപ്പൊ ഛർദ്ദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മഞ്ഞ നോവിന്റെ അനുഭവം എന്തോ ആണോ എന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവര് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് മകനെ അഡ്മിറ്റ് ആക്കി. അപ്പോൾ ആ സമയത്ത് എൻ്റെ അനിയത്തിയുടെ മോനും അമ്മയ്ക്കും സുഖമില്ലാതെ അവിടെ അഡ്മിറ്റിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു. അവർ ട്രീറ്റ്മെന്റ് ചെയ്തു ഒടുക്കം പറഞ്ഞ് യൂറിൻ കൊടുത്ത് പബ്ലിക് ലാബിൽ കൾച്ചർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ നോർമലി ആണെങ്കിൽ നിങ്ങളെ ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പബ്ലിക് ലാബിൽ യൂറിൻ കൊണ്ടുപോയി കൾച്ചർ ചെയ്ത് റിസൾട്ട് കിട്ടി, നോർമലാണ്, നിങ്ങൾക്ക് നാളെ ഡിസ്ചാർജ് ആവാം. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ അനിയത്തിയുടെ മോനും അമ്മയും അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ മോനെ ഡിസ്ചാർജ് ആക്കാമെന്ന് പറയണതിൻ്റെ അന്ന് ഡോക്ടർ പറഞ്ഞ് നാളെ ഡിസ്ചാർജ് ആണെന്ന്. അന്ന് തന്നെ ശരീരം മൊത്തം ഭയങ്കര ചൂട്. ഈ അമിതമായ ചൂട് ഇത് എവിടെ നിന്ന് വന്നതാണെന്തോ ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ഞാൻ നേഴ്സ് റൂമിൽ പോയി പറഞ്ഞ് ആ നേഴ്സ് ഗുളിക തന്നു. അത് കഴിച്ചു. ചൂട് വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ മകൻ ഭയങ്കര ഛർദില് ഭയങ്കര ചൂട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇവൻ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അവിടെ ലേഡിയെ കിടത്തത്തില്ല. എന്നെ ഇങ്ങനെ പുറത്താക്കിയിട്ട് മോൻ്റെ അച്ഛൻ അവിടെ ഇരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആ ആശുപത്രിയിൽ രാത്രിയൊക്കെ ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. ഈ ചൂട് അങ്ങനെ തന്നെ നിൽക്കണ്, അതിന് ഒരു ശമനവും വരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ രാത്രി ഓട്ടം. എന്നിട്ട് ഞാൻ നോക്കും മോന് ശരീരം തണുത്തോ? അപ്പൊ മോൻ്റെ അച്ഛൻ പറയും ഇല്ല, ശരീരമൊന്നും തണുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാൻ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. ഇതിനിടയിൽ ഡിസ്ചാർജ് ആയി പോയ അനിയത്തിയും ചേച്ചിയൊക്കെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. ഞാൻ ശരിക്കും രാത്രി ഉറക്കം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഞാൻ മരിച്ചുപോയ പൂർവ്വ പിതാക്കന്മാർക്ക് എൻ്റെ ചിന്ത ശക്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഹോസ്പിറ്റലിൽ ഇരുന്ന്. എന്നിട്ട് ഞാൻ നേരം വെളുത്ത് മോൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ മോൻ കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് ഒരു അമ്മാവൻ കിടന്നു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, നിങ്ങൾ ശിവന് ധാര കോരിയാൽ മതി, നിങ്ങളുടെ മകൻ്റെ തല തണുക്കുമെന്ന് പറഞ്ഞു. ഞാനിത് അപ്പം തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അമ്മായി എൻ്റെ ഇളയ മോനെ ക്ഷേത്രത്തിലോട്ട് വിട്ട് ആ നേർച്ച ഒന്ന് നടത്തി. പിന്നെ
അമ്മാവനെ അമ്മായി വേറൊരു ക്ഷേത്രത്തിൽ പറഞ്ഞു വിട്ടിട്ട് അർച്ചന, ഇവന്റെ മോന്റെ പേരിൽ അർച്ചന നടത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ അർച്ചന നടത്താനായിട്ട് അമ്മാവനെ ക്ഷേത്രത്തിലോട്ട് പറഞ്ഞു വിട്ട് അർച്ചന നടത്തുമ്പോൾ അവിടെ പ്രസാദം എന്ന് പറഞ്ഞ് ഇലയിൽ കുറച്ച് പൂവും കുങ്കുമവും ഭസ്മവും ഇതൊക്കെ തരും. അപ്പൊ ഇത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. എൻ്റെ മകൻ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു. ഞാൻ ഈ മാമൻ കൊണ്ട് തന്ന ഈ പ്രസാദം എന്ന് പറഞ്ഞ അതിനെടുത്ത് അതിൽ നിന്നൊരു കുങ്കുമം എടുത്ത് എൻ്റെ മകന്റെ നെറ്റിയിലും കഴുത്തിലുമായിട്ട് ഇട്ടപ്പോൾ എൻ്റെ മകൻ ചവച്ച്. അപ്പൊ എൻ്റെ ചേച്ചി അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ചേച്ചി എന്തെങ്കിലും വായിൽ ഇട്ട് കൊടുത്തോ? ചില അതിൽ ഭസ്മം ഉണ്ടായിരുന്നു, അത് എടുത്ത് വായിൽ ഇട്ട് കൊടുത്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല, ഞാൻ ഒന്നും ഇട്ട് കൊടുത്തില്ല. അപ്പൊ ഈ മകൻ ചവച്ച് കഴിഞ്ഞപ്പോഴുണ്ട്, അപ്പോഴും എൻ്റെ മനസ്സിൽ ഇവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ചിന്ത എന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് തന്നെ ഇവൻ ചവച്ചത് ബ്ലഡായിരുന്നു. ബ്ലഡ് ഛർദിച്ച് ജന്നി പോലെ 3 പ്രാവശ്യം കൈയും കാലും വെട്ടി അങ്ങ് കുഴഞ്ഞു. അപ്പൊ അടുത്ത് വാർഡില് ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ എന്ന് വിളിച്ചപ്പോൾ ഡോക്ടർ ഓടി വന്നിട്ട് എമർജൻസിയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങളെ മകനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നും കൊണ്ട് ആംബുലൻസ് പിടിച്ച് നേരെ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ തലയ്ക്ക് സ്കാൻ ചെയ്താലേ അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു ബന്ധു അവിടെ ഫാർമസിയിൽ ജോലി ഉണ്ടായിരുന്നു, കുഞ്ഞമ്മയായിട്ട് വരും. അപ്പൊ ആ കുഞ്ഞമ്മയെ ഞാൻ തൊഴുതു, കുഞ്ഞമ്മ എൻ്റെ മകന്റെ ജീവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തൊഴുത് ആ കുഞ്ഞമ്മ ഓടി വന്ന് ആ ജോലി അവിടെ ഇട്ടിട്ട് ഓടി വന്ന് സ്കാനിങ്, അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ സ്കാനിങ് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കുഞ്ഞമ്മ ഓടി വന്ന് ആ റിസൾട്ട് വാങ്ങിച്ച് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച്. അപ്പൊ ഇതിന്റെ ഇടയില് എൻ്റെ സഹോദരൻ വിവാഹം കഴിച്ച ഭാര്യയുടെ അച്ഛൻ പേരുകേട്ട ഒരു ജോത്സ്യനായിരുന്നു. അപ്പൊ ആ ജോത്സ്യന്റെ അടുത്ത് ഈ മകള് വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ചേച്ചിയുടെ മോന് അസുഖം കൂടുതലാണ്, അച്ഛൻ ഒന്ന് നോക്കണേന്ന് പറഞ്ഞ്. ആ മാമൻ പരല് വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, മോളെ 7 ശനിയാണ്, മൃത്യുഞ്ജ ഹോമം ചെയ്യണം, നീ ഇപ്പൊ തന്നെ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ് ആ മകള് പോയപ്പോ നട അടച്ചുപോയി. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അന്ന് ആ നട അടച്ചത് ജീവനുള്ള പുതുവഴിയായിട്ടുള്ള ജീവന്റെ വഴി, ജീവന്റെ വെളിച്ചം, ജീവന്റെ നട ഞങ്ങൾക്ക് തുറന്നു തരാൻ വേണ്ടിയിട്ടായിരുന്നു ആ നട അടഞ്ഞതെന്ന് പിന്നെ മനസ്സിലായി. ക്രിസ്തുവിന്റെ ദേഹമെന്ന ശരീര ഞങ്ങൾക്കായിട്ട് തുറന്നു തന്നു. ആ ദേഹമെന്ന തിരശ്ശീല അവിടുത്തെ നട അടച്ചപ്പോൾ ക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശ്ശീല ഞങ്ങൾക്കായിട്ട് തുറന്നു തന്നു. ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഒരുക്കി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ മകള് പറഞ്ഞ് അപ്പൊ അതൊന്നും നടക്കാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ അവര് ഈ കൊന്ത ചൊല്ലുന്ന ഇതിൽ നിന്ന് വന്ന ഒരു സഹോദരിയാണ്. അപ്പൊ ആ സഹോദരി എൻ്റെ അടുത്ത് ഇതിനു മുമ്പൊക്കെ വചനങ്ങൾ പറയുമ്പോൾ ഞാൻ കൈക്കൊള്ളൂല. ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയി കമന്ന് കിടക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് ഈ മകള് പറയുന്ന വചനം ഞാൻ കേൾക്കത്തില്ല. എന്നിട്ട് പൊങ്കാലയൊക്കെ ഇട്ട് ഇവൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ സഹോദരി അടുത്ത് ഞാൻ പറയും, ഇവള് കഴിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഈ മകള് രഹസ്യത്തില് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്ന്, കർത്താവെ എനിക്ക് ആരാധനയ്ക്ക് പോകാനായിട്ട് ഒരു വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ആ ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നതും ഈ മകൾ അപ്പോഴും തന്നെ ഓടിക്കൊണ്ട് വന്ന് എന്നിട്ട് പറഞ്ഞു, ചേച്ചി നമുക്ക് പോവാൻ, ഇവരുടെ പ്രാർത്ഥനാ സ്ഥലത്ത് നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മകള് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കിടക്കുക, ഈ മകള് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ ആ ദൈവദാസന്റെ നമ്പര് ഒന്ന് എഴുതി, എനിക്ക് വേണം പിതാവേ, എനിക്ക് വേണം ദൈവമേ, എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മകള് യേശുവിനെ പ്രാർത്ഥിച്ചെന്നു. യേശുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് വേണം, നമ്പർ വേണമെന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് സഹോദരി പറയുന്നു, എനിക്ക് നമ്പര് എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്നതുപോലെ എഴുതി കാണിച്ചു തന്നു. കർത്താവിന് മഹത്വം. അപ്പൊ ഈ മകളെ ആ നമ്പറിലോട്ടൊന്ന് വിളിച്ചപ്പോ ദൈവദാസനെ കിട്ടി. അപ്പോൾ ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ ഈ വ്യവസ്ഥ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്കല്ല ദൈവം പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് യേശുവിനെ വിശ്വാസമാണോ എന്ന് പറഞ്ഞു. കാരണം നേരത്തെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ ഈ അവസ്ഥ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, കർത്താവിന്റെ വ്യവസ്ഥയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് യേശുവിനെ വിശ്വാസമാണോ എന്ന് കേട്ട് ഞാൻ പറഞ്ഞ്, എൻ്റെ മകന്റെ ജീവനാ എനിക്ക് വലുത്. ഞാൻ പറഞ്ഞ് എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബ്രദറെ ഫോണിലൂടെ പ്രാർത്ഥിക്കുകയും പിന്നെ ഓടി ഹോസ്പിറ്റലിൽ വന്ന് മോന് വഹിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവര് സ്കാനിങ് റിപ്പോർട്ട് കിട്ടി, നേരെ വാർഡിലോട്ടാക്കിയിട്ട് മോനെ
ട്രിപ്പും അവർ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് വന്നപ്പോൾ ഈ ദേവദാസം വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ നല്ലൊരു ഉറപ്പും ധൈര്യവും കിട്ടി. ഞാൻ ആ സമയത്ത് കട്ടിന്റെ അടുത്ത് വന്നിരുന്ന് മോന്റെ അടുത്ത് പറയാണ്, മോനെ ഇത് ആര് വന്ന് നിൽക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആ മകൻ കണ്ണ് തുറന്ന്. ദൈവത്തിന്റെ മഹത്വം. ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് ഛർദിച്ച് ജന്നി പോലെ വന്ന് കഴുത്ത് കുഴഞ്ഞ് കിടന്നതാ. മെഡിക്കൽ കോളേജിൽ വണ്ടിയിൽ കൊണ്ടുവരുമ്പോ ആ വെന്റിലേറ്ററിൽ ഈ കഴുത്ത് കുഴഞ്ഞ ഒരു കോഴി കിടക്കുന്ന എങ്ങനെ അനുഭവം? ഓരോരുത്തർ വന്നിട്ട് ഈ പഠിക്കാൻ ഇത്തിരി പേരെ ഉണ്ടല്ലോ, വന്നിങ്ങനെ തലപൊക്കി നോക്കി എടുത്തിട്ടിട്ട് പോകും. ഓ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ ഓടി. എനിക്ക് അന്ന് ഫോണില്ല വിളിക്കാനായിട്ട്, എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ മെഡിക്കൽ കോളേജിൽ ഒരു ഭ്രാന്തി എങ്ങനെ ഓടുമോ ആ ഒരു അനുഭവത്തിൽ ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. കാരണം എൻ്റെ മകന്റെ ആ അനുഭവം ഞാൻ കണ്ടതാണല്ലോ. സ്തോത്രം, കർത്താവിന് മഹത്വം. അപ്പൊ ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു, ഈ മകൻ കണ്ണ് തുറന്നു. എനിക്ക് യേശുവിനെ വിശ്വാസമായി. എന്നിട്ട് മജ്ജ, എൻ്റെ നട്ടലിൽ നിന്ന് മജ്ജ എടുത്ത് ടെസ്റ്റിന് കൊണ്ടുപോയി. അപ്പോഴൊക്കെ ഞാൻ യേശുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിനെ പ്രാർത്ഥിച്ച് റിസൾട്ട് കിട്ടിയപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ കുറച്ച് ദിവസം കിടന്നു. പിന്നെ ഞാൻ ഇവിടെ തുണി തയ്ക്കുന്നത് കൊണ്ട് ഈ മകന് സീരിയസ് ആണെന്ന് ഈ ദേശത്തിലുള്ളവരൊക്കെ അറിഞ്ഞത് കൊണ്ട് ദേശത്തിലുള്ള ദേശനിവാസികളെല്ലാം മെഡിക്കൽ കോളേജിൽ വരാൻ തുടങ്ങി. എൻ്റെ ബന്ധുമിത്രാദികള് മെഡിക്കൽ കോളേജിൽ വരാൻ തുടങ്ങി. അങ്ങനെ നിത്യവും സന്ദർശകരായിരുന്നു. കാരണം ഇത്രയും സീരിയസ് ആണെന്ന് മൊത്തം എല്ലായിടും അറിവ് ഭയങ്കര ഇതായിപ്പോയി. അങ്ങനെ ദിവസവും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഇവനെ മോനെ കാണാനായിട്ട്. കർത്താവിന് മഹത്വം. ഈ ദേവദാസം പ്രാർത്ഥിക്കാനും ഇടയ്ക്ക് വന്നുകൊണ്ടേയിരുന്നു. ഞാൻ യേശുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ടെസ്റ്റ് മജ്ജ എടുത്ത് റിസൾട്ട് കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ റിസൾട്ട് നോർമല്. അങ്ങനെ കുറച്ച് ദിവസം അവിടെ കിടന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാനായിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ഈ മെനിഞ്ചൈറ്റിസിന്റെ രോഗമായിരുന്നു മോന്. അപ്പോൾ നിങ്ങളുടെ ഈ മകന് കണ്ണിന്റെ ഭാഗത്തോ ചുണ്ടിന്റെ ഭാഗത്തോ എന്തെങ്കിലും വീഴ്ചകൾ കടന്നു വരാം, സൂക്ഷിക്കണേന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ വിഗ്രഹ ആരാധന അമിതമായിരുന്നല്ലോ. അപ്പൊ ഇതിന് മോനിങ്ങനെ വയ്യാതായപ്പോ ഞാൻ കുറച്ച് നേർച്ചകളൊക്കെ ചെയ്തു. അപ്പൊ ഇനി നേർച്ചകൾ കൊടുത്തില്ലെങ്കിൽ അതൊരു വിഷയമാവുമല്ലോ എന്ന് കരുതി ഞാൻ നേർച്ചകൾ കൊടുക്കാനായിട്ട് ഞാൻ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ദേവദാസൻ പറഞ്ഞ്, സഹോദരി 2 വള്ളത്തിൽ ചവിട്ടരുത്, നിങ്ങൾക്ക് പ്രശ്നമാവും, ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഞാൻ വീണ്ടും പോയി ക്ഷേത്രത്തിൽ നേർച്ച കൊടുക്കാൻ പോയ സമയത്ത് എൻ്റെ മകന് രണ്ടാമതും സുഖമില്ലാതായി. ഞാൻ വീണ്ടും മോനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി കൊണ്ടുപോയി. അവിടെ നിന്നും കൊണ്ട് ഞാൻ നേരെയാണ് യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ മഹത്വവും ഞാൻ കുറച്ച് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാ. എന്നിട്ട് ഞാൻ വീണ്ടും വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പോയി. ഞാൻ വീണ്ടും നേരെന്ന് ഈ നമ്മൾ ടോക്കൺ എടുക്കുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിന്റെ നട തുറക്കണം. അങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് നേരെയാണ് ആ ക്ഷേത്രത്തിൽ ഞാൻ നട തുറന്നേക്കാം, റിസൾട്ട് കിട്ടുമ്പോൾ എൻ്റെ മകന് ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് ആ മെഡിക്കൽ കോളേജിന്റെ നടയിൽ നിന്ന് ഞാൻ നേരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് കൊടുത്തത്. അപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ എനിക്ക് നമ്പറിന് തരണം. കാഷ്വാലിറ്റിയില്ലേ ഡോക്ടർ എനിക്ക് നമ്പർ തരണം. ഡോക്ടർക്ക് എന്നെയും പരിചയമില്ല, എനിക്ക് ഡോക്ടറെയും പരിചയമില്ല. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, റിസൾട്ട് കിട്ടിക്കൊണ്ട് കാണിച്ചാൽ പറഞ്ഞ്, ഇത്രയും മൂർച്ഛനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രോഗിയെ ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ എനിക്ക് ഫോൺ നമ്പർ തന്നത്. എന്നിട്ട് ചില കുറിപ്പടികൾ മരുന്നൊക്കെ തന്ന് അതൊക്കെ വാങ്ങിച്ചും കൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വന്ന് ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങി. ഞാൻ നേരെ ആ ഡോക്ടർ തന്ന നമ്പറിൽ വിളിച്ച് അവരുടെ കൺസൾട്ടിങ് റൂമിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇനി എന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പറയണ, ഡോക്ടറെ മരുന്ന് മാറി കഴിച്ചതാണോ എന്താ, ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു, ഡോക്ടർ നമ്പർ തന്നതാണ്, മോൻ ഛർദ്ദിച്ചു. അപ്പോൾ പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, ഇനി ഛർദ്ദിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണ്ട, നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ എത്ര ഹോസ്പിറ്റലിൽ കിടന്ന് എന്നിട്ട് വീണ്ടും ഈ മകന് വയ്യാതായി. പിന്നെ രണ്ടാമത്തെ മകനെന്ന് പറഞ്ഞാൽ രാത്രി എണീറ്റ് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിൽ പോയി, പേരുകേട്ട ക്ഷേത്രങ്ങളിൽ പോയി ഏലസ് ജപിച്ച് കെട്ടുമായിരുന്നു. 6 മാസം 1 വർഷം കഴിയുമ്പം വീണ്ടും എഴുതി കെട്ടും. ഇങ്ങനെ അതൊരു നിത്യ പതിവായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, അത് മനുഷ്യൻ എഴുതി കെട്ടിയ രക്ഷയാണ്. എന്നാൽ നിത്യമായ രക്ഷ ആണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഈ മനുഷ്യൻ എഴുതി കെട്ടിയ രക്ഷയ്ക്ക് കാലാവധി ഉണ്ട്. അത് കഴിയുമ്പോൾ ആ രക്ഷയുടെ ഇതും അങ്ങ് മാറും. എന്നാല് സ്വർഗത്തിലെ ദൈവം നിത്യമായ രക്ഷ തന്നു.
മറ്റൊരുവന്റെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ യേശുവിന്റെ നാമത്തിലൂടെ മാത്രമേ നമുക്ക് നിത്യരക്ഷ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ദൈവം ബോധ്യം തന്നു. അതിനാണ് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇതെന്റെ പതിവായിരുന്നു. ഈ മകൻ ഇങ്ങനെ രക്ഷ എഴുതി കെട്ടുക, ഈ പാരമ്പര്യ ക്ഷേത്രങ്ങളിൽ പോയി പൊങ്കാല ഇടുക, പടുക്ക ഇടുക. അവിടെ കുറേ കാശാവും അവിടെ പോകുമ്പോ. പൊരി, അവില്, കരിക്ക് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം, പൊങ്കാല ഇടണം. ഇങ്ങനെ എന്തായാലും ഈ മകന്റെ അസുഖം ഒന്ന് മാറട്ടെ. എന്നിട്ട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി, ജ്യോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് ഇതിന്റെ പരിഹാരം എന്താണെന്ന് അത് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കൊണ്ടുപോയി എന്നിട്ട് ക്ഷേത്രങ്ങൾ, പേരുകേട്ട ക്ഷേത്രങ്ങളിലാ പോണേ. അവിടെ പോയി കുങ്കുമം എടുത്ത് ഈ മകൻ കിടക്കുന്ന തലയണയുടെ അടിയിൽ കിടക്കും, എടുത്തു വെച്ചേക്കും. കാരണം എണീറ്റ് നടക്കാതിരിക്കാൻ. ഇവ ആദ്യം പല്ലൊക്കെ കടിച്ചു പൊട്ടിക്കുന്ന ഒരു അനുഭവം പോലെ ഉണ്ടാവും. എന്നിട്ടാണ് ഈ തലയണ എടുത്തും കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഹോസ്പിറ്റലിൽ മാത്രം ഞാൻ കൊണ്ടുപോയില്ല, ബാക്കി എല്ലായിടത്തും കൊണ്ടുപോയി. ഇങ്ങനെ ഉള്ള കാശ് അത്രയും കളഞ്ഞത് മിച്ചം. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താ ഈ മൂത്ത മകനും ഇങ്ങനത്തെ വയ്യായിക രണ്ടാമതും ആയത്. അപ്പൊ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ രണ്ടാമത് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചിന്തിച്ചു. ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഭവനത്തിൽ വന്നിട്ട് ഞാൻ ചിന്തിച്ചു, ഇനി യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. കാരണം കയ്യിരുന്ന കാശ് മൊത്തം പോയി, ഉള്ള രക്ഷ അത്രയും എഴുതി കെട്ടി, ഉള്ള കുങ്കുമം അത്രയും വാരിയിട്ട്, എന്നിട്ട് മകന് യാതൊരു വിടുതലും ഇല്ല. മൂത്ത മകൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 2 പ്രാവശ്യം കാണിച്ചു. 3-ാമത്തെ പ്രാവശ്യമാണ് മാറ്റി കാണിച്ചത്. അവിടെ കുറെ ദിവസം, ജനറൽ ഹോസ്പിറ്റലിൽ കുറെ ദിവസം കിടന്നു. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ കുറെ ദിവസം കിടന്നു. അതിനുശേഷം ഭവനത്തിൽ വന്നിട്ട് വീണ്ടും അവന് അസുഖമായി. ഇങ്ങനെ പോയാൽ പറ്റൂലല്ലോ എന്ന് കണക്കാക്കിയിട്ട് എന്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്തയാകുന്നു, ഇനി യേശുവിലൂടെ മാത്രമേ രക്ഷ ഉള്ളൂ. അവസാനത്തെ മനസ്സിലാക്കി ആ രക്ഷ അത് ദൈവം തന്ന ദാനമാണ്. ആ രക്ഷ ഞാൻ ഇത് മനസ്സിലാക്കിയപ്പോ എൻ്റെ ഇവിടെ അമ്മയും അനിയത്തിയും കൂടെ രാത്രിയും മകനെ കൂടുതലാണെന്ന് അറിഞ്ഞിട്ട് വന്നു. എല്ലാരും കൂടെ ആട്ട പിടിച്ച് ആ ദേവദാസന്റെ അടുത്ത് പോയി. ദേവദാസന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. ഇനി ഞാൻ ഒരു സ്ഥലത്തും പോകണില്ല പാസ്റ്ററെ, കാരണം അത്രയും ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞ് പാസ്റ്റർ പറഞ്ഞത്, സഹോദരി നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങൾ ആരാധനയ്ക്ക് മുടങ്ങാതെ വന്നാൽ മതി. വേറെ ഒന്നും ദൈവത്തിന് കാശൊന്നും വേണ്ട. നിങ്ങളെ തന്നെയാണ് ദൈവത്തിന് സമർപ്പിച്ച് നിങ്ങൾ ആരാധനയ്ക്ക് മുടങ്ങാതെ വന്നാൽ മതി. വേറെ ഒന്നും നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ട് ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോയി. ഞങ്ങൾ കുടുംബമായിട്ട് തന്നെയാ പോയെ. കുടുംബമായിട്ട് പോകാനായിട്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, എൻ്റെ ഇളയ മകനെ എണീറ്റ് നടക്കുന്ന ആ ഒരു പ്രവണതയും സ്വഭാവവും എല്ലാം മാറി. ഇത് ആര് മാറ്റി? കർത്താവായ യേശുക്രിസ്തു മാറ്റിയതാ. കാരണം അത് ഞാൻ കണ്ണുകൊണ്ട് അനുഭവിച്ചറിഞ്ഞതാ. ഇതൊരു മനുഷ്യനല്ല മാറ്റിയതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. ദൈവത്തിന് മാത്രമേ സകലത് മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ള ബോധ്യം ഉണ്ടായി. കർത്താവിന് മഹത്വം. പിന്നെ അതിനുശേഷം ഇന്നുവരെ അവൻ എണീറ്റ് നടന്നിട്ടില്ല. അപ്പൊ ആ ഒരു വിടുതല് കണ്ണുകൊണ്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. കർത്താവിന് മഹത്വം. രണ്ടാമത്തെ മകനെ, മൂത്ത മകനെ ഞങ്ങൾ ഹോസ്പിറ്റലിലും പോയി, ആരാധനയ്ക്കും പോയി, ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെന്റിനും ഒക്കെ പോകുമായിരുന്നു. ആരാധന എന്നാലും ഇത് ശരിക്കും ഉള്ളൊരു വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി ഇളയ മകന്റെ ഈ ആ അനുഭവത്തിൽ. അപ്പം മൂത്ത മോനെ ഞങ്ങൾ കുടുംബമായിട്ട് ആരാധനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. യാതൊരു കുഴപ്പമില്ല. അപ്പം എൻ്റെ ഗൾഫിലിരിക്കുന്ന എൻ്റെ സഹോദരൻ, ഗൾഫിലായിരുന്നു, സഹോദരൻ പറഞ്ഞ്, ചേച്ചി ഈ വർഷം മോനെ പഠിക്കാൻ വിടണ്ട, കാരണം തുടർന്ന് പഠിക്കണമെങ്കിൽ നല്ല മാർക്ക് വേണം. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യും, ഈ വർഷം അങ്ങ് റെസ്റ്റിൽ ഇരുത്ത്, അടുത്ത വർഷം പഠിക്കാൻ വിടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കാര്യം പാസ്റ്റർ അടുത്ത് പറഞ്ഞു. കാരണം 10ാം ക്ലാസ് പഠിക്കാൻ പോയപ്പോഴല്ലേ ഇത് സംഭവിച്ചത്. അപ്പൊ പാസ്റ്റർ മോന്റെ അടുത്ത് ചോദിച്ചു, മോനെ നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് താല്പര്യമുണ്ട് പാസ്റ്ററെ. മോൻ പഠിച്ചോ, നല്ല മാർക്കോട് കൂടി ദൈവം നിന്നെ സഹായിക്കും, മാർക്ക് വാങ്ങിക്കാൻ ദൈവം സഹായിക്കും എന്ന് പറഞ്ഞു. ഇവൻ ഈ വാക്ക് കേട്ട് പഠിക്കാൻ തുടങ്ങി. പോയി പരീക്ഷ കഴിഞ്ഞ്, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, നല്ല മാർക്കോട് കൂടി പാസ്സാകാനും ഈ റെസിഡൻസിൽ നിന്ന് ക്യാഷ് പ്രൈസ് കിട്ടുവാനും ദൈവം സഹായിച്ചു. കാരണം അതൊരു കർത്താവിന്റെ മഹത്വമാണ്. കാരണം ഈ ദേശത്തിലുള്ളവരെ മെഡിക്കൽ കോളേജിൽ സന്ദർശകരായിരുന്നു സുഖമില്ലാതെ കിടന്നപ്പോൾ. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തതിനായി ഞാൻ കർത്താവെ സ്തുതിക്കുന്നു. എന്നിട്ട് അതിനുശേഷം +1 +2 ഒക്കെ പാസ്സായി BBA കോഴ്സിന് പോയി. ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. പിന്നെ CDT പഠിക്കാനായിട്ട് പോയി. CDT പഠിക്കാൻ പോയപ്പോൾ ഡോക്ടർ അന്ന് വിധി എഴുതിയത് കണ്ണിനും ചെകിടിനും എന്തെങ്കിലും ഒരു ഫാൾട്ട് വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ CDT പഠിക്കാൻ ക്യാമറാമാനായിട്ട്, എഡിറ്റിംഗ് ക്യാമറാമാൻ പഠിക്കാനാണ് പോയത്. അത് പഠിച്ച് ഇന്ന് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു. കർത്താവിന് മഹത്വം.
ദൈവത്തിന്റെ സന്നിധിയിലോട്ട് കൂടുതൽ അടുത്തടുത്ത് വന്നപ്പോ ആരാധനയ്ക്ക് മുടങ്ങാതെ പൊയ്ക്കൊണ്ടിരുന്നു, കൂട്ടായ്മകളിൽ മുടങ്ങാതെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന വന്ന സമയത്ത് ശോധനകൾ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങി. കാരണം ഭർത്താവിനെയാണ് എടുത്തത് ഉപയോഗിച്ചത്. ആരാധനയ്ക്ക് പൊയ്ക്കോ, പക്ഷെ ഇടയ്ക്കുള്ള മീറ്റിങ്ങിലൊക്കെ എന്തിനു പോകണമെന്ന് പറഞ്ഞിട്ട് വിഷയങ്ങളുണ്ടായി. അങ്ങനെ വിഷയം ഉണ്ടായ സമയത്ത് കർത്താവ് വചനത്തിലൂടെ ഇടപെട്ട ഒരു വാക്യമായിരുന്നു മത്തായി 8:24. പിന്നെ പടകിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരമാലകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്ത് ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അപ്പൊ എന്റെ ജീവിതത്തിൽ ഈ ഒരു വാക്യം വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ നീ ഇങ്ങനെ തള്ളിക്കളഞ്ഞത് എന്ത് എന്നുള്ളൊരു ചോദ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം ഒത്തിരിയേറെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായെന്ന് വെച്ചാൽ ആരാധനയ്ക്ക് പോകാൻ പാടില്ല, ആരാധനയ്ക്ക് പൊയ്ക്കോ, ഇടയോഗങ്ങളിൽ എന്നും ഇങ്ങനെ പോകാൻ പാടില്ല. കാരണം ചേട്ടൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ കാണാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായി. ഞാൻ പ്രാർത്ഥനയ്ക്ക് മുടങ്ങി പോകുന്നു, കള്ളത്തനം പറഞ്ഞൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. പോകുന്ന സമയത്ത് ബൈബിള് കൊണ്ടുവന്ന് അടുത്ത വീടുകളിൽ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചിട്ട് ഭവനത്തിലോട്ട് വരും. ചേട്ടൻ പറഞ്ഞതിന് മുമ്പ് എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയിട്ടിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അങ്ങനെ ഒത്തിരി ദിവസം അടുത്ത വീടുകളിലൊക്കെ ബൈബിള് കൊണ്ടുവന്ന് ഒളിച്ചു വെക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തിട്ട കഞ്ഞി വെച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ പുറത്ത് കുറെ ചാക്കിന്റെ മീതെ കുറച്ച് തൊണ്ടൊക്കെ വാരി എടുത്ത് താഴെ ഇട്ടിട്ട് ഈ ബൈബിൾ എടുത്ത് ചാക്കിനകത്ത് വെച്ചിട്ട് മീതെ തൊണ്ട് വാരി വെക്കും. കാരണം അറിയാതിരിക്കാൻ വേണ്ടി. വീട്ടിൽ ഭയങ്കര പ്രശ്നം. എന്നിട്ട് കതവ് അടച്ച് കിടക്കവും അടിയും ഉപദ്രവവും ഇങ്ങനെയൊക്കെ നിത്യം പതിവായിരുന്നു. പ്രാർത്ഥിക്കാനുള്ള ഇതില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യും, വെള്ളം കോരി വീത്തും എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഭവനത്തിനകത്ത് ഉണ്ടായി. ആരാധനയ്ക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല, ഇടയോഗങ്ങളിൽ പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. എന്നിട്ട് വീട്ടിൽ തേങ്ങ ഉണ്ടായിരുന്നു. ഞാൻ തേങ്ങ എടുത്ത് തൊലിച്ച് ഒരു സഞ്ചിയിലാക്കിയിട്ട് ആരാധന സ്ഥലത്ത് കൊണ്ടുപോകും. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് എവിടെ പോയി, ഞാൻ പറഞ്ഞ് തേങ്ങ വാങ്ങിക്കാൻ പോയി. കാരണം ഈ വീട്ടിൽ കിടന്ന തേങ്ങയാ തൊലിച്ച് കൊണ്ടുവന്ന് ആരാധനയ്ക്ക് കൊണ്ടുപോയിട്ട് ആ തേങ്ങ കൊണ്ടുവന്ന് വീട്ടിനകത്ത് വെക്കുമായിരുന്നു. ഇങ്ങനെ അത് ഒരു പതിവായി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മണ്ണെണ്ണ ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണെണ്ണ കൊണ്ടുവന്ന് ആരാധനാ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് വീട്ടിൽ നിന്ന് എടുത്ത് ആരാധനയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ എവിടെ പോയി, മണ്ണെണ്ണ ആക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ കള്ളത്തനം പറഞ്ഞ് പോകുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഇതുണ്ടായിരുന്നു. എനിക്ക് ആരാധനയ്ക്ക് പോകണം, പക്ഷെ സാഹചര്യം അനുവദിക്കുന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിക്കുകയും ചെയ്തു, കർത്താവേ ഇതിനെ തള്ളിക്കളഞ്ഞതുണ്ട്. പക്ഷെ ദൈവത്തോട് കൂടുതൽ അടുക്കും. കാരണം ഒരു മനുഷ്യനല്ല മക്കളെ വിടിപ്പിച്ചെന്നുള്ളൊരു കാര്യം എനിക്ക് ബോധ്യമായി. കർത്താവ് യേശു ക്രിസ്തുവാണ് വിടിപ്പിച്ചെന്നുള്ളൊരു കാര്യം ബോധ്യമായപ്പോ ആ ദൈവവചനത്തോട് കൂടുതൽ അടുത്തപ്പം ശോധനയുണ്ടായി. ഞാനത് അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഇതെങ്ങനെയാണ് വിഷയങ്ങള്, സഹോദരി നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ഞാൻ ഇതൊന്നും കൈക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇവിടെ ഭയങ്കര പ്രശ്നവും പ്രതികൂലവും ആയിരിക്കുന്ന സമയങ്ങളിലാണ് ദേവദാസൻ പറഞ്ഞാൽ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നതാണ്. പക്ഷെ അത്രത്തോളം ദൈവത്തോട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ദൈവം ഇടപെട്ടത് ഈ ശോധനയുടെ മധ്യത്തിലും ദൈവത്തിന്റെ വചനം നമ്മളുടെ ഉള്ളിൽ ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ച് ദൈവം നമ്മെ വിടിവിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ബോധ്യം തന്നു. ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ എനിക്ക് ബോധ്യം തന്നത്. കർത്താവിന് മഹത്വം. ഞാൻ ന്യൂസ് പേപ്പർ നിവർത്തി വെച്ചിട്ട് മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. കാരണം അടുത്ത് ഭർത്താവ് ഇരിക്കണം. പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ. മനസ്സുകൊണ്ട് അന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ച്. ചേട്ടൻ വിചാരിക്കും പേപ്പർ വായിക്കണം, പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ തുണി തയ്ക്കുന്ന സമയത്ത് ആ മെഷീന്റെ അടുത്ത് കയറി നിന്ന് പൊട്ടി പൊട്ടി കരയുമായിരുന്നു, ആരും കാണാതെ. ദൈവമേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു ഹൃദയ നുറുക്കവും വേദനയും എല്ലാം. അപ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. കർത്താവിന് മഹത്വം ഉണ്ടായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളെല്ലാം ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരുന്നു. അതെല്ലാം തരണം ചെയ്ത് അങ്ങനെ പോയപ്പോ ദൈവവചനം എന്നോട് ഇടപെട്ട്. ഞാൻ കള്ളത്തനം പറഞ്ഞ് ആരാധനയ്ക്ക് പോകുമായിരുന്നല്ലോ. അപ്പൊ ദൈവവചനം എന്നോട് ഇടപെട്ടത്, യോഹന്നാൻ 8:44, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു. അപ്പൊ ഇതാണ് എൻ്റെ മനസ്സിൽ വന്നത്, അവൻ ഭോഷ്ക് പറയുന്നവൻ. കാരണം കള്ളത്തനം. ദൈവമേ, ഞാൻ ആരാധനയ്ക്കല്ലേ പോയത്, എന്നാൽ ദൈവവചനം ഇടപെട്ടത് ഭോഷ്ക് പറയുന്നതെന്നാ.
ഇത് അങ്ങനെ ദൈവവചനം എൻ്റെ അടുത്ത് ഇടപെട്ടപ്പോ ഞാൻ ഈ വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ഉണ്ടായി. കുടുംബത്തില് എന്നെ തള്ളി പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായി, പരിഹാസങ്ങൾ ഉണ്ടായി. ആരാധനയ്ക്ക് പോകുമ്പോഴും എല്ലാവരും ചോദിക്കും എവിടെ പോണ്, ഞാൻ ഇതാ ഇവിടം വരെ പോണ് എന്ന് മാത്രമാണ് പറയണേ. കവറിൽ ബൈബിളും കൊണ്ട് പോകും, പക്ഷെ സത്യം പറയൂല. അങ്ങനെ അങ്ങനെ വന്ന് കവറിൽ നിന്ന് ബൈബിള് മാറ്റി ബാഗിലാക്കി. എവിടെ പോണ്, ഇതാ ഇവിടം വരെ പോണ്. പിന്നെ പിന്നെ സത്യം പറയാൻ തുടങ്ങി. ആ ദൈവം പ്രവർത്തിച്ച് കൊണ്ടുവന്ന വഴികളാ. പിന്നെ നേരിട്ട് പിന്നെ ദേശം അറിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം അവിടെ അറിയാനായിട്ട് ഇടയുണ്ടായി. കർത്താവിന് മഹത്വം. അപ്പൊ എല്ലാവരും ഈ വാക്യം എൻ്റെ അടുത്ത് ഇടപെട്ടപ്പോ ഞാൻ ദൈവമേ, വീട്ടുകാർ, സ്വന്തക്കാർ, ബന്ധുക്കളെ എല്ലാം തള്ളി കളഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറയണ ഞാൻ പിശാചിന്റെ മകളെന്ന്. എന്നെ ഇത് വല്ലാതെ സ്വാധീനിച്ച്. എന്നിട്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, എന്തായാലും സത്യം പറയാം, സത്യം പറഞ്ഞിട്ട് ആരാധനയ്ക്ക് പോകാം എന്നുള്ളൊരു വചനം ഇടപെട്ടപ്പോ അങ്ങനെയുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് അപ്പൊ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എവിടെ പോണ്. ഞാൻ പറഞ്ഞു ഞാൻ ബാങ്കിൽ പോണ്. മുമ്പ് കള്ളത്തനം പറഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പൊ കുറച്ച് കാര്യം എനിക്ക് ബോധ്യമായി, ഞാൻ കള്ളത്തനമാണ് പറഞ്ഞു പോണതെന്ന് വചനത്തിലൂടെ ഇടപെട്ടപ്പോ മനസ്സിലായി. ബാങ്കിൽ പോണ്. അപ്പൊ ആരാധനയ്ക്ക് പോയിട്ട് ബാങ്കിൽ പോയിട്ട് വരും. എവിടെ പോണം, സാധനം വാങ്ങിക്കാൻ പോണം. അപ്പൊ ആരാധനയ്ക്ക് പോവും, സാധനവും കൊണ്ടുവരും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഉള്ള ഒരു ബോധ്യം ആയി. കാരണം കള്ളത്തനത്തിൽ നിന്ന് ഇപ്പൊ സാധനം വാങ്ങിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ സാധനം കൊണ്ട് വരണമല്ലോ. അപ്പൊ ആരാധനയ്ക്കും പോയിട്ട് ആ സമയത്ത് സാധനവും കൊണ്ട് വീട്ടിനകത്ത് വരും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ ദൈവത്തോട് കൂടുതൽ ദൈവവചനത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. കർത്താവിന് മഹത്വം. ഇളയ മകൻ അത് കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് ആയി. അപ്പം ഈ അവന്റെ അച്ഛന്റെ അനിയൻ പൂജാഗിരികൾ വാങ്ങിച്ചു കൊടുക്കാൻ വിളക്കെത്തിക്കുന്ന സമയത്ത് വന്നിട്ട് അവൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വന്നിട്ട് എന്തോ സാധനം വാങ്ങിക്കാനായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇവൻ പോയില്ല. നീ വർഷം തോക്കോടാ. പഠിച്ചുകൊണ്ടിരിക്കണ മോന്റെ കൂടെ പറഞ്ഞിട്ട് പോണതാ. നീ വർഷം തോക്കും. അവൻ വിഷമിച്ച് എൻ്റെ മുഖത്ത് നോക്കി. ഞാൻ പറഞ്ഞ കർത്താവാണ് നിന്നെ വിളിച്ചത്. നീ പഠിക്ക്, നല്ല മാർക്കോട് കൂടി ദൈവം നിന്നെ പാസ്സാക്കും. നീ പഠിക്ക്, നീ തോക്കയൊന്നുമില്ല, നീ ജയിക്കും എന്ന് ഇളയ മോന്റെ അടുത്ത് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാല് അവൻ ആദ്യത്തെ വർഷം തന്നെ പാസ്സാകാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പൊ മനുഷ്യർ പലതും സംസാരിക്കും, എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നിവർത്തിക്കും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ പൊയ്ക്കൊണ്ടിരുന്ന് അപ്പൊ മൂത്ത മകനെ വിവാഹം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളെ, പെൺമക്കളെ ദൈവം കൊടുത്തു. അവർ ഫാമിലി ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് പോകുന്നുണ്ട്. കർത്താവിന് മഹത്വം. ദൈവത്തോട് കൂടുതൽ ദൈവം അടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. 2ാമത്തെ മകനും വിവാഹം കഴിഞ്ഞ് അവനും ആ മകനും ഒരു മോളെ ദൈവം കൊടുത്തു. കർത്താവിന് മഹത്വം. അവരും കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ പോകുന്നുണ്ട്. എന്നാലും ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ പോരാട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി. സത്യം സംസാരിക്കുമ്പോൾ പോരാട്ടം ഉണ്ടാകും നമ്മുടെ ജീവിതത്തില്. അനീതിക്ക് കൂട്ടു നിന്നാല് ഒരു പോരാട്ടവും ഇല്ല. അനീതിക്ക് കൈയടിക്കുമ്പോൾ ശത്രുവായി ചിരിക്കുന്നത്, പക്ഷെ അവിടെ ഒരു പോരാട്ടം ഇല്ല. എന്നാൽ സത്യം സംസാരിക്കുമ്പോൾ അവിടെ ഭയങ്കര പോരാട്ടമാണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ സഭാജീവിതത്തിലാവട്ടെ, ഭവനത്തിലാകട്ടെ, നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, നമ്മുടെ എവിടെ സമൂഹത്തിന്റെ മധ്യത്തിലാവട്ടെ, എവിടെ ആയിരുന്നാലും നമ്മൾ സത്യം സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിന്റെ കഴുത്ത് വെട്ടിക്കളയും, നിന്ന മണ്ണെണ്ണ കരിച്ച് കത്തിച്ച് കളയും എന്നൊക്കെ ഉള്ള പോരാട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ എന്നെ വിളിച്ച ദൈവം ആരാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ട്. അതുകൊണ്ട് ഇതിനൊന്നിനും കഴിയില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും എത്തേണ്ടടുത്ത് എത്തിക്കും എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യം എത്രയാണെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. നാളെ എന്തോ അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. എന്നാലേ അതിന്റെ അപ്പുറത്ത് ഈ നിമിഷം നമ്മൾ ഈ ലോകം വിട്ടു പോയാലും നമ്മൾ എത്തേണ്ടടുത്ത് ദൈവം നമ്മെ എത്തിക്കും എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉള്ളത് കൊണ്ട്, വചനത്തിലൂടെ ദൈവവചനം നമ്മെ ബോധ്യം തരുന്നത് കൊണ്ട്, ആ ദൈവവചനം നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായ രക്ഷ ദൈവം തന്നതുകൊണ്ട് ഈ ലോകത്തിൽ എന്ത് തന്നെ സംഭവിക്കട്ടെ, ആത്മാവ് നഷ്ടപ്പെടാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു ബോധ്യം ഉറപ്പും ദൈവം തന്നതിനായിട്ട് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. സ്തോത്രം.
അനവധി വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിച്ച് അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് എടുത്തു തന്നിട്ട് നമ്മെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വിഷയങ്ങൾ ഉണ്ടായാലും വിഷയങ്ങൾ അങ്ങനെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് അതിൽ നിന്ന് അതിജീവിച്ച് മുന്നേറാനായിട്ട് ദൈവവചനം നമ്മെ സഹായിക്കും. ഇത് നിത്യജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന് എത്ര വില കൊടുത്താലും മതിയാകുകയില്ല. കാരണം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അവരുടെ സൽഗുണങ്ങളെ ഘോഷിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ബോധ്യം നന്നായിട്ടുള്ളതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ശരിക്കും നാശത്തിലേക്ക് തന്നെ പോകുമായിരുന്നു. എന്നാൽ അതിൽ നിന്നും ദൈവം വിളിച്ചു വേർതിരിച്ചു. ദൈവവചനം തന്നെ പറയുന്നു, വിഗ്രഹാരാധികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ അമിതമായ വിഗ്രഹാരാധനയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിലൂടെ ദൈവം ഇന്നും നടത്തിക്കൊണ്ട് പോരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. കാരണം പാഴും ശൂന്യമായി കിടന്നിരുന്ന അടിയങ്ങളെയാ കർത്താവ് വിളിച്ച് വേർതിരിച്ചു കർത്താവിന്റെ ആ രക്ഷാ പദ്ധതിയിലേക്ക് ദൈവം നിർത്തിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെയും ദൈവസന്നിധിയില് കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ഇതിന് ഇടയ്ക്ക് ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. അവിടെയൊക്കെയും ദൈവം രോഗത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായി. അവിടെയൊക്കെയും മരുന്ന് കഴിക്കണ്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, മരുന്ന് കഴിക്കാൻ പോകും. എങ്കിലും മരുന്ന് കഴിച്ചാലും എത്രയോ പേർക്ക് അസുഖം കുറവാതെ ഇരിപ്പുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തില് ദൈവം അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് ഒരു വിടുതൽ, ദൈവത്തിന്റെ വചനം അയച്ച് ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. അപ്പൊ അത് പ്രാപിക്കണമെങ്കിൽ നമുക്ക് അത്രത്തോളം വിശ്വാസം ദൈവത്തോട് ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്താലും ദൈവം അതിന്റെ പ്രതിഫലം നമുക്ക് തരുന്നതാണ്. അങ്ങനെ രോഗത്തിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് ഒരു വിടുതൽ ദൈവം തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ കഷ്ടമുണ്ട്, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവിൻ. അപ്പൊ നമുക്ക് കഷ്ടമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ കഷ്ടത്തിലൂടെ കടന്നുപോയ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതുപോലെ ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ആ കഷ്ടത്തിലൂടെ ദൈവം കടത്തി വിടുമ്പോൾ നമ്മൾ ഉറപ്പും ധൈര്യത്തോടെ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മെ മുന്നേറാൻ തന്നെ സഹായിക്കും. കർത്താവിന് മഹത്വം. അപ്പൊ നമ്മളെല്ലാം പാപികളായിരുന്നു. അപ്പൊ ആ പാപത്തിൽ നിന്ന് ആ കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ആ കൃപയാലാണ് ദൈവം വീണ്ടെടുത്തത് എന്നുള്ളൊരു കാര്യം ദൈവം വചനത്തിലൂടെ ദൈവം നമുക്ക് ബോധ്യം തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകം വിട്ടു പോയാലും നമുക്കൊരു ജീവിതമുണ്ട്. എല്ലാവരും പറയും ഈ ലോകം വിട്ടു പോകുമ്പോൾ എങ്ങനെ പോട്ടെന്നുള്ളൊരു കാര്യം പറയും. അല്ലെങ്കിൽ നമ്മളത് അറിയാനാ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഒരു ചിന്ത. പക്ഷെ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ അറിയും. അത് ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയാലേ നമുക്ക് കടന്നു പോകുന്ന ഈ ലോകം വിട്ടു പോയതിനു ശേഷം നിത്യ നരകം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിനകത്തേക്ക് നമ്മൾ കടക്കാതിരിക്കണമെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ ആ രക്ഷ പ്രാപിക്കണം. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് ആ ദൈവരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് വിശുദ്ധ ജീവിതം ജീവിച്ചുകൊണ്ട് നമ്മളെ എത്തിക്കേണ്ടടുത്ത് ദൈവം നമ്മളെ നിശ്ചയമായും എത്തിക്കും. ആ സ്നേഹം ദൈവം നമുക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി തന്നതിനായിട്ട് നന്ദി. കാരണം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ തന്നെ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. അത് ദൈവത്തോട് അടുത്തപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറിഞ്ഞിരിക്കുന്നതുമായ ആ ക്രിസ്തുവിനെ തന്നെയാ വെളിപ്പെടുത്തി തന്നത്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഉള്ളൊരു കാര്യം മനസ്സിലായി. ഈ പദ്ധതിയെ തകർക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഒരു മനുഷ്യർക്കും ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം അത്രത്തോളം ആ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് അനുഭവിച്ചറിയുന്നതും കർത്താവിന്റെ വിടുതലിന്റെ മഹത്വം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞതും ഈ ലോകം വിട്ടു പോകുമ്പോൾ നമുക്കൊരു ജീവിതം, ദൈവത്തോടു കൂടിയുള്ള ഒരു വാസം, എന്നേക്ക് നിലനിൽക്കുന്ന ആ നിത്യമായ വാസത്തിലൂടെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളൊരു ബോധ്യം ദൈവം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയാണ് ഇതെല്ലാം. ദൈവത്തിന്റെ കൃപയാലാണ് ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. രണ്ടുപേരുടെ പാടിയിട്ട് സ്തോത്രം, സ്തോത്രം. ഇതെന്റെ ചർച്ചിലെ പാസ്റ്റർ എഴുതിയ പാട്ടാണ്. എൻ്റെ 4 പേര് പാടാം. സ്തോത്രം. മരണത്താൽ വേർപെടാം
നിത്യമാം സ്നേഹമേ കാൽവറിയിൽ എനിക്കായി ജീവനെ തന്നോനേ, മരണത്താൽ വേർപെടാം നിത്യമാം സ്നേഹമേ കാൽവറിയിൽ എനിക്കായി ജീവനെ തന്നോനേ, പോകുമോ ഈ മായാ ലോകത്തിൽ, ചേരുമോ ഈ ലോക ഇമ്പത്തിൽ, പോകുമോ ഈ മായാ ലോകത്തിൽ, ചേരുമോ ഈ ലോക ഇമ്പത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ദൈവം എടുത്തു ഈ ലോകത്തിൽ വച്ചിരിക്കുമ്പോൾ ലോകക്കാരെ പോലെ അല്ല, അതിൽ നമുക്കൊരു വേർപെട്ട ഒരു ജീവിതം ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാകുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുമ്പോഴും കാലഘട്ടങ്ങളെ നമ്മളെ വിളിച്ചറിയിക്കുമ്പോഴും നമ്മൾ കർത്താവിനായി ഒരുക്കത്തോടെ ഇരിക്കാം. എപ്പോഴും വേണോ കർത്താവിന്റെ വരവ് ആസന്നമാണ്. നമ്മൾ ഒരുങ്ങിയിരുന്നാലേ, രക്ഷയ്ക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ ആ കർത്താവ് വന്നത്. ഒരിക്കൽ വരുന്നത് പാപികളെ ചേർക്കാൻ. നമ്മളിപ്പോഴും ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു വിടുതൽ പ്രാപിച്ച് നമ്മൾ യേശുവിന്റെ രക്തത്താലും യേശുക്രിസ്തുവിന്റെ വചനത്താലും യേശുക്രിസ്തുവിന്റെ ആത്മാവിനാലും ക്രൂശിന്റെ വചനത്താലും നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ ദിനവും മുന്നേറുമ്പോൾ ആ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധ്യമാണ്. നമ്മൾ കർത്താവിനായി നമ്മൾക്ക് ഒരുക്കത്തോടെ ഇരിക്കാം. കാഹള ശബ്ദം കേൾക്കാറായി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരായി മാറാം. ഈ സമയം ഇത്രയും അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു സതി സിസ്റ്ററെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം സാക്ഷ്യങ്ങൾ പറഞ്ഞു തീർന്നില്ല എന്ന്, എല്ലാം കൂടി ചുരുക്കി ആണ് പറഞ്ഞത്. എങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകളെ കുറിച്ച് ആമേൻ വർണ്ണിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. ഞാൻ ചിന്തിക്കുകയാണ്, ജീവിതത്തിൽ കടന്നുപോയ പാതകൾ ഒരു വിഗ്രഹാരാധിയായി ജീവിക്കുകയല്ല. ഈ ശരിക്കും പറയാമെങ്കിൽ നമ്മുടെ പറയുമ്പോൾ അമിതമായ ഒരു വിഗ്രഹാരാധനയായിരുന്നു. ഈ അമിതമായ വിഗ്രഹാരാധനയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് അത്ര ഈസിയായ കാര്യമല്ല. അപ്പോൾ ദൈവം അവിടെ ഒക്കെയും നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം തലമുറകളെ രോഗത്തിലൂടെ കടത്തിവിട്ടു, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ചെറുപ്രായം തൊട്ട് തന്നെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായി. ഞാൻ ആ പാട്ട് കേട്ടപ്പോ ചിരിച്ചുപോയി. കേശവനാശാരിക്കും യേശു ക്രിസ്തുവിനും സ്തുതിയായിരിക്കട്ടെ. ശരിക്കും പറയാമെങ്കിൽ നമ്മുടെ കർത്താവും ഹല്ലേലൂയ എല്ലാവരും പറയും ഒരു തച്ചനായിരുന്നു. തച്ചനായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ആമേൻ പുറത്തു വന്നു എങ്കിൽ ആമേൻ വളരെ കഴിഞ്ഞ ദിവസവും ആശാരി ഉപദേശിയുടെ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ആശാരിയെ മാനിച്ച ദൈവം ഈ വചനം ചുമന്നത് കൊണ്ടാണ് താൻ അമേരിക്കയിൽ ഇറങ്ങിയപ്പോൾ ഈ വചനം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ യേശുവിനെ ഞാൻ ചുമന്നത് കൊണ്ടാണ്, ഈ വചനം ഞാൻ ചുമന്നത് കൊണ്ടാണ് ആശാരിയെയും ദൈവം ചുമക്കുന്നത്. സ്തോത്രം. ഞാൻ പറയട്ടെ, നാം എവിടെ നിന്ന് ഉള്ളവരെന്നല്ല, ഹല്ലേലൂയ, നമുക്ക് അഭിമാനിക്കുവാനുള്ള ഒരു കാര്യം, നമ്മുടെ കർത്താവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചതാ. നമ്മളെല്ലാവരും ഹല്ലേലൂയ ക്രിസ്തു യേശുവിൽ ശ്രേഷ്ഠരായി തീരുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവിനെ അറിയുവാൻ അവസരം ഉണ്ടായിട്ടും അതിന്റെ നടുവിൽ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കൂട്ടായ്മകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അത് പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാ. എങ്കിലും അവിടെ ഒക്കെ അടിപതറി പോകാതെ നിൽപ്പാൻ ദൈവം കൃപ നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. പ്രിയ പ്രേക്ഷകരെ, ഈ ദാസിയുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ജീവിതത്തിൽ ബഹുതരമാകുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. ഓരോ പ്രതികൂലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് അവിടെ അങ്ങനെയുള്ളവരെ നോക്കി ഒരൊറ്റ കാര്യമേ പറയുവാനുള്ളൂ. കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പിന്മാറി പോകുന്നവരായിട്ടല്ല, പിൻപോട്ട് തിരിഞ്ഞു നോക്കുന്നവരായിട്ടല്ല, മുൻപോട്ട് പോകണം. നമ്മുടെ ലക്ഷ്യം ഏതായിരിക്കണം? ആമേൻ. നിത്യതയെക്കുറിച്ച് യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്കായിരിക്കണം നമ്മുടെ നോട്ടം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ.
നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുവാൻ പിശാച് മുഴുവലത്തോടെ പ്രവർത്തിക്കും. പുറകോട്ട് വലിക്കുക, പുറകോട്ട് കൊണ്ടുവരിക, എങ്ങനെയും നശിപ്പിച്ച് കളയുക. ഇതാണ് പിശാചിന്റെ ലക്ഷ്യവും അവന്റെ ദൗത്യവും. എന്നാൽ ക്രിസ്തുവാം പാറമേൽ അടിസ്ഥാനമിട്ടവരെ ആമേൻ അവിടെ എത്തിക്കുക എന്നുള്ളത് അവൻ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വേണ്ടി പിതാവാൻ ദൈവം ചെയ്തിരിക്കുന്ന ദൗത്യം. അതുകൊണ്ട് ആമേൻ നമുക്ക് ഗൈഡൻസ് ആയിട്ട് പരിശുദ്ധാത്മാവുണ്ട്. തന്റെ ദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇന്നുവരെയും ദൈവം നിർത്തി തന്റെ മൂത്ത മകനോട് ഞാൻ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ആമേൻ കർത്താവിന്റെ മക്കളെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് 2 മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും ഭാര്യമാരെയും ഒക്കെ കാണുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ആമേൻ പ്രത്യേകം വാത്സല്യ മാതാവൊക്കെ വിശ്വാസത്തിൽ വരുവാൻ ദൈവം ഇടയാക്കി. കുടുംബമായിട്ട് ഇപ്പോൾ തന്റെ ഹസ്ബൻഡ് ഒക്കെ ആദ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ ഇപ്പൊ തീഷ്ണതയുള്ളൊരു വിശ്വാസിയാണ്. അതാണ് നമുക്ക് സന്തോഷിക്കുവാനുള്ള ആമേൻ ഏക കാര്യമെന്ന് പറയുന്നത്. കൃപയാൽ ആ കുടുംബത്തെ ദൈവം ഇത്രത്തോളം നിർത്തിയല്ലോ. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എത്രയോ പേര് ഇങ്ങനെ കടന്നു പോകുന്നല്ലേ, അവർക്കൊക്കെ ഇതൊരു ആശ്വാസവും വിടുതലുമായി മാറട്ടെ. മാത്രമല്ല ഇനി തുടർന്ന് ഈ സാക്ഷ്യ കൂടാരത്തിലൂടെ സാക്ഷ്യവാചകങ്ങളും അതുപോലെ തന്നെ വചന ശുശ്രൂഷകൾ അനുഗ്രഹീതമായ നിലയിൽ വചനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ ദാസിക്ക് വേണ്ടി നമുക്ക് ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. സിസ്റ്ററെ സ്തോത്രം. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ കർത്താവിന്റെ സന്നിധിയിൽ പോയത്. രോഗസൗഖ്യമല്ല രക്ഷ, ആത്മാവിന്റെ സൗഖ്യമാണ് രക്ഷ എന്നുള്ളൊരു കാര്യം ദൈവം ബോധ്യം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ എൻ്റെ അനിയത്തിയും കുടുംബമായിട്ട്, അനിയത്തി ഹസ്ബൻഡ് 2 മക്കളും ദൈവഭാഗത്തേക്ക് ദൈവം കൊണ്ടുവന്നു. അവരും ആരാധനയ്ക്ക് കടന്നു പോകുന്നുണ്ട്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. പിന്നെ ഒരു കാര്യം ചിന്തിച്ചത്, ഏദൻ തോട്ടത്തിൽ, അത് ഞാൻ വിട്ടുപോയ ഒരു പോയിന്റ്, ഏദൻ തോട്ടത്തില് ആദാമ് മൃഗങ്ങളെ അവിടെ വെച്ചിട്ട് പേരിട്ടു. അതിനൊക്കെ പേരായി മാറി. അപ്പൊ ഒരു കാര്യം ചിന്തിച്ചത്, ഈ ഉത്സവങ്ങൾ വന്ന സമയത്ത് അവര് ആനയുടെ പുറത്തും ആനയുടെ പുറത്തും പിന്നെ ഈ കുതിരയുടെ പുറത്തൊക്കെ വിഗ്രഹം എടുത്ത് വെച്ചുകൊണ്ട് പോകുന്നത്. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മുടെ കർത്താവ് തിരഞ്ഞെടുത്തത് കഴുതയാ, പേര് കേട്ടതല്ല. കഴുതയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. അപ്പൊ കഴുതയുടെ ഇതെന്ന് വെച്ചാൽ അത് വിഴുപ്പ് ചുമക്കുന്നതാകുന്നു. കഴുത യജമാനനെ അനുസരിക്കുന്നു. എന്നാൽ പിതാവാം ദൈവത്തെ കർത്താവായ യേശു പുത്രനായ ക്രിസ്തു അനുസരിച്ചു. കഴുതയെ പോലെ അനുസരിച്ചു. ആ വിഴുപ്പ് ചുമക്കുന്ന സകല മാനവരാശിയുടെ പാപങ്ങളെ കർത്താവ് വഹിച്ചു. ആ വിഴുപ്പാകുന്ന പാപത്തെ കർത്താവ് ക്രൂശിൽ വഹിച്ചു. നമുക്ക് വേണ്ടിയിട്ട് നിത്യരക്ഷ, എന്നേക്കുമുള്ളൊരു നിത്യരക്ഷയാ കർത്താവ് നമുക്ക് തുറന്നു തന്നത്. സ്തോത്രം. ഇത് മനസ്സിലാക്കാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അതാണ് ആ തുടക്കത്തിലേ പറഞ്ഞ, കർത്തദാസിക്ക് അവസരം കൊടുത്താൽ ധാരാളം കാര്യങ്ങൾ ഇനി പറയുവാനുണ്ട് നമ്മുടെ കർത്താവ് മാനവരാശിക്ക് വേണ്ടി. ഹല്ലേലൂയ, ആമേൻ. ചുമന്ന ആ അനുഭവം നമ്മുടെ പാപത്തെ ചുമന്നുവെങ്കിൽ, കർത്താവിന്റെ ദാസി പറഞ്ഞു രോഗസൗഖ്യത്തിലൂടെ കർത്താവിനെ കണ്ടെത്തിയെങ്കിലും, ഹല്ലേലൂയ, രോഗസൗഖ്യമല്ല ഈ ലോകത്തിലെ വലുത്, മറിച്ച് നമ്മുടെ അന്തരാത്മാവിൽ ലഭിക്കുന്ന ആത്മശാന്തിയാണ്. അത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭ്യമാകൂ. അനുഭവിച്ച അനുഭവ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അനേകർ കർത്താവിലേക്ക് അടുക്കട്ടെ. ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നേർച്ച കാഴ്ചകളും വഴിപാടുകളും ഒക്കെ ആയിട്ട് നടക്കുന്ന അനേകരുണ്ട്. ഒന്നിലെ ശാന്തി സമാധാനവും കണ്ടെത്തുവാൻ കഴിയാതെ. ആകയാല് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുമിച്ച് ചേർന്ന് കർത്തദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അനുഗ്രഹമേറിയ നിമിഷത്തിനായിട്ട് സ്തോത്രം. അഭിഷിക്ത ദാസിയെ ഇത്രത്തോളം സഹായിച്ചല്ലോ. ജീവിതത്തിൽ ഞങ്ങളെയൊക്കെ വിളിച്ചു വേർതിരിച്ചു. കാലാകാലങ്ങളിൽ അവിടുത്തെ ഇഷ്ടം തികപ്പാൻ ഞങ്ങളെയൊക്കെയും അങ്ങ് സ്നേഹിച്ചു പുറത്തു കൊണ്ടുവന്നു. അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനൊന്നും യോഗ്യതയുള്ളവരായിരുന്നില്ല. എങ്കിലും അവിടുത്തെ മകൾ സ്നേഹ നിമിത്തമാണ് ഞങ്ങൾ ഇങ്ങനെ ഉള്ള വലിയ പദവികളിലൊക്കെ എത്തുവാൻ ഇടയായത്. കർത്താവെ, എല്ലാറ്റിനും നന്ദി അല്ലാതെ ഒന്നുമില്ല. കർത്താവെ, ഈ മീഡിയയിൽ വരുവാൻ
അവിടുന്ന് ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവ് അനുഗ്രഹിക്കണമേ. ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുത്തണം. കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ ഒത്തുചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. കലവറ കൂടാതെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് സാക്ഷിച്ച കർത്തദാസിയോട് നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.